നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഷുഗർ ബീഡ്സ് ലോഡിംഗ് സ്റ്റിച്ചാണ് പഠിക്കുന്നത്. ഷുഗർ ബീഡ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ളൊരു ഫില്ലിംഗ് സ്റ്റിച്ചാണിത്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഷുഗർ ബീഡ്സ് ഫില്ലിംഗ് സ്റ്റിച്ച് എന്നും പറയാറുണ്ട്. ഇതിനായിട്ട് ഞാനിവിടെ ഒരു ബോക്സ് വരയ്ക്കുകയാണ്. ബോക്സ് വരയ്ക്കാതെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം, പക്ഷേ ബിഗിനേഴ്സ് എപ്പോഴും ബോക്സ് വരച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ബോക്സ് വരയ്ക്കാതെ ചെയ്ത് കഴിഞ്ഞാൽ മുകളിലും താഴെയൊക്കെ കയറി ഇറങ്ങിയൊക്കെ പോകും. കറക്റ്റായിട്ട് ആ ഒരു ലെവലിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബോക്സ് വരച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ലെവൽ കീപ്പ് ചെയ്യാൻ പറ്റും. ബോക്സ് വരയ്ക്കുമ്പോൾ ഒരു 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ബോക്സ് വരച്ചാൽ മതി. ആ ഒരു മെഷർമെൻറ്റിൽ കൂടാൻ പാടില്ല കേട്ടോ. അതിൽ കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു ലോഡിങ് ലൂസായി പോകും. അതായത് ആ ഒരു ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് ലൂസായി പോകും. ലോഡിങ് എപ്പോഴും നമ്മൾ സ്ലാൻഡിങ്ങിലാണ് ചെയ്യുന്നത്. അത് ത്രെഡിൻ്റെ ആണെങ്കിലും ബീഡ്സിൻ്റെ ആണെങ്കിലും ജർദോസിയുടെ ആണെങ്കിലും സ്ലാൻഡിങ്ങിൽ ചെയ്യുന്നതാണ് കൂടുതൽ ഭംഗി. ഞാനിവിടെ വരച്ച് കാണിക്കാം. ഇതേപോലെ സ്ലാൻഡിങ്ങിൽ ചെയ്യണം. അത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് വേണമെങ്കിൽ സ്ലാൻഡിങ് കൊടുക്കാം, അല്ലെങ്കിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വേണമെങ്കിൽ സ്ലാൻഡിങ് ചെയ്യാം. നമ്മൾ ഈ ഡ്രോ ചെയ്തിരിക്കുന്ന ബോക്സിനുള്ളിലാണ് നമുക്ക് ലോഡിങ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്കൊരു കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, അതിനുശേഷം ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇനി ഈ ഒരു കോർണറിൽ ഒരു ഷുഗർ ബീഡ് മാത്രം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫില്ലാവും. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കോർണറിൽ നമുക്ക് ഒരു ഷുഗർ ബീഡ് വെച്ച് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ സ്ലാൻഡിങ് വരച്ച് കാണിച്ച അതേ രീതിയിൽ തന്നെയാണ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമുക്ക് നീഡിൽ കുത്തി ത്രെഡ് എടുക്കേണ്ടത് ആ സൈഡിലത്തെ ലൈനില്ലേ, ആ ലൈനിലാണ് നമുക്ക് ത്രെഡ് മുകളിലേക്ക് എടുക്കേണ്ടത്. ഇനി ഒരു ബീഡ് കോർത്ത് കൊടുത്തതിന് ശേഷം താഴത്തെ ആ ഒരു ഹോറിസോണ്ടൽ ലൈനില്ലേ, ആ ലൈനിലേക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ബീഡ്സ് കോർത്തിട്ട് ഒരു സ്റ്റിച്ച് ചെയ്യുക, അതിനുശേഷം ഒരു ലോക്ക് സ്റ്റിച്ച് കൂടി കൊടുക്കണം. വീണ്ടും ത്രെഡ് മുകളിലേക്ക് പോയി നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ത്രെഡ് എടുത്തില്ലേ, അവിടെ ഒരു ചെയിൻ സ്റ്റിച്ച്, ഒരു ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ബീഡ്സ് കോർത്ത് കൊടുക്കുക. ബീഡ്സ് കോർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ അത്ര ഒരു ഭാഗം കവർ ചെയ്യുന്നത്ര രീതിയിലാണ് ബീഡ്സ് കോർത്ത് കൊടുക്കേണ്ടത്. ബീഡ്സ് നമ്മൾ 2-3 എണ്ണം ഇതുപോലെ കോർത്ത് കൊടുക്കുക. ആ ഒരു സൈഡ് ഫില്ലാകുന്നു എന്ന് നോക്കുക. ഇവിടെ ഇപ്പോൾ 2 ബീഡ്സ് വെച്ചപ്പോൾ ഫില്ലാകുന്നില്ലായിരുന്നു, അതുകൊണ്ട് 3 ബീഡ്സ് വെച്ച് ഞാൻ സ്റ്റിച്ച് ചെയ്യുകയാണ്. ബീഡ്സ് കോർത്തതിന് ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച്, തൊട്ടടുത്ത് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച്. വീണ്ടും നമ്മൾ തിരിഞ്ഞ് ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ എത്തുകയാണ്. സ്റ്റാർട്ടിംഗ് പോയിൻ്റിൽ ഒരു ചെയിൻ സ്റ്റിച്ച്, ഒരു ലോക്ക് സ്റ്റിച്ച്. വീണ്ടും ബീഡ്സ് കോർത്ത് കൊടുക്കാം. ബീഡ്സ് കോർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു സൈഡ് ഫുള്ള് ഫില്ലാകുന്ന രീതിയിൽ കോർത്ത് കൊടുക്കണം. ഇവിടെ 4 ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ്. 4 ബീഡ്സ് കോർത്ത് കൊടുക്കുമ്പോൾ നമുക്കവിടെ ചെറിയൊരു സ്പേസ് വരുന്നുണ്ട്. കറക്റ്റായിട്ട് ആ ഒരു സൈഡ് ഫില്ലാകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു ബീഡ് കൂടി നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യണം. ഇതേപോലെ ബീഡ്സ് നമ്മൾ ആ ഒരു സ്പേസ് ഫില്ലാകുന്നു എന്ന് ആദ്യം വെച്ച് നോക്കണം. വെച്ച് നോക്കി ഫുള്ള് ഫില്ലാകുന്നെങ്കിൽ മാത്രം അവിടെ സ്റ്റിച്ച് ചെയ്താൽ മതി. കറക്റ്റായിട്ട് ആ ഒരു ബോക്സിനുള്ളിൽ ഫില്ലാകുന്ന രീതിയിലാണ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ബോക്സിനുള്ളിൽ ബീഡ്സ് ഗ്യാപ്പ് വരാനും പാടില്ല, അതേപോലെ എക്സ്ട്രാ ബീഡ്സ് ഒന്നും ആ ഒരു ബോക്സിന് വെളിയിലായിട്ട് സ്റ്റിച്ച് ചെയ്യാനും പാടില്ല. ഇപ്പോൾ നമ്മുടെ കോർണർ ഫുള്ള് ഫില്ലായി. ഇപ്പോൾ ആ ഒരു സൈഡ് കണ്ടോ കറക്റ്റായിട്ട് ആ ഒരു ലെവലിലിരിക്കുന്നത്. ഇനി ഇതേപോലെ തന്നെ ആ മുകളിലും താഴെയായിട്ട് സ്ലാൻഡിങ്ങിൽ നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്താൽ മതി. ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക, ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. ഇനി ബീഡ്സ് ഫില്ല് ചെയ്യണം. താഴത്തെ ആ ഒരു ലൈൻ വരെ മാത്രം ബീഡ്സ് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു താഴത്തെ ലെവൽ കറക്റ്റായിട്ട് കിട്ടും. ഇനി മുകളിലേക്ക് ഡയറക്റ്റ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാതെ ഇടയ്ക്ക് ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം മുകളിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്തെന്ന് വെച്ച് തെറ്റൊന്നുമില്ല കേട്ടോ. മുകളിൽ ചെയിൻ സ്റ്റിച്ച് ആ ഒരു ഡ്രോ ചെയ്ത ലൈനിൽ കൊടുത്തതിന് ശേഷം ലോക്ക് സ്റ്റിച്ച് പുറത്ത് കൊടുത്തിട്ട് ബീഡ്സ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ മുകളിലത്തെ ലെവലും നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. ലോഡിംഗ് സ്റ്റിച്ചിൽ കോർണർ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതും അതേപോലെ മുകളിലും താഴെയും ഏറിയും കുറഞ്ഞും ഒന്നും ഇരിക്കാതെ കറക്റ്റായിട്ട് ആ ഒരു ലൈനിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വരണം. ഈ 2 കാര്യങ്ങൾ മാത്രമേ ഇതിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ സ്വിങ് ത്രെഡാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അത് തുടക്കത്തിൽ പറയാൻ വിട്ടുപോയി. സ്വിങ് ത്രെഡ് നമ്മുടെ മെറ്റീരിയലിൻ്റെ കളറാണ് എടുക്കേണ്ടത്. അതായത് ഏത് കളർ മെറ്റീരിയലിലാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആ കളറ് സ്വിങ് ത്രെഡ് എടുക്കുക. ഇനി ആ കളർ സ്വിങ് ത്രെഡ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബീഡ്സിൻ്റെ കളർ ഏതാണോ അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള സ്വിങ് ത്രെഡ് എടുക്കുക. കഴിഞ്ഞ 2 ക്ലാസ്സിൽ നമ്മളിതൊക്കെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്ലാസ്സിൽ ഞാൻ തുടക്കത്തിൽ ഇത് പറയാൻ വിട്ടുപോയത്. പിന്നെ ഈ ഒരു കളർ തന്നെ നമുക്ക് കണ്ടിന്യൂസ് ചെയ്യണമെന്നില്ല. നമ്മുടെ കുർത്തിയുടെയോ അല്ലെങ്കിൽ സാരിയുടെയോ ഒക്കെ കളർ അനുസരിച്ച് ഇടയ്ക്ക് കുറച്ച് ഭാഗം നമുക്ക് ആ ഒരു കളർ കൂടി മിക്സ് ചെയ്തിട്ട് വേണമെങ്കിലും ചെയ്യാം. അതായത് കുറച്ച് ഭാഗം ഒരു കളറ്, കുറച്ച് ഭാഗം വേറൊരു കളറ്, അങ്ങനെ വേണമെങ്കിലും നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇനി കുറച്ച് ഭാഗം ഞാൻ ഇതുപോലെ കളർ ബീഡ്സ് ആഡ് ചെയ്യുകയാണ്.
നമ്മൾ ബീഡ്സിൻ്റെ കളർ മാത്രം ചേഞ്ച് ചെയ്തേ ഉള്ളൂ. ബാക്കി ഗോൾഡൻ ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത സെയിം അതേപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നെ ഓരോ ലൈൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഗ്യാപ്പ് ഇല്ലാതെ ഇതേപോലെ അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യണം. നമുക്ക് അടിയിലുള്ള ക്ലോത്ത് കാണാത്ത രീതിയിൽ അടുപ്പിച്ചാണ് നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതുപോലുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ഒരിക്കലും സ്കിപ്പ് ചെയ്ത് കാണില്ല. സ്കിപ്പ് ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ ചെറിയ ടിപ്സും ട്രിക്സും ഒന്നും മനസ്സിലാകത്തില്ല. ജസ്റ്റ് ആ ഒരു സ്റ്റിച്ചിങ് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയുള്ള ട്യൂട്ടോറിയൽ വീഡിയോസ് ഫുള്ളായിട്ട് കാണുക. ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതി. അതുപോലെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. വാട്സപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്ക് നമ്പർ സേവ് ചെയ്യാതെ ഡയറക്റ്റ് മെസ്സേജ് ചെയ്യാൻ പറ്റും. അതുപോലെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സും ക്ലാസ്സിൻ്റെ അപ്ഡേറ്റ്സൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. യൂട്യൂബ് ക്ലാസ് കണ്ടാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ബോക്സ് മാത്രം പ്രാക്ടീസ് ചെയ്ത് വിടല്. ഒരു ഇമേജ് കൂടി മസ്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഓരോ പിക്ചറിലും എങ്ങനെയാണ് ഫില്ല് ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ബ്ലൗസിലും സ്ലീവ്സിലും ഒക്കെ ഇതുപോലെ ലോഡിംഗ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു 1/2 സെൻറ്റിമീറ്റർ കൂടുതൽ ഗ്യാപ്പ് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. ഫില്ലിംഗ് സ്റ്റിച്ചായിട്ട് യൂസ് ചെയ്യുമ്പോൾ 1/2 സെൻറ്റിമീറ്റർ കൂടുതൽ ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് ഞാനൊരു ഫ്ലവർ ഫില്ല് ചെയ്ത് കാണിക്കാം. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കോർണർ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ് എൻഡ് ചെയ്യുമ്പോഴും ആ ഒരു കോർണർ സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇവിടെ ആ കോർണറിൽ എത്ര സ്പേസ് ഉണ്ടോ ആ സ്പേസിനനുസരിച്ച് നമുക്ക് ബീഡ്സ് ഫില്ല് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റിൽ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യുക. ഇനി ഈ ഒരു സ്റ്റിച്ചിന് ഔട്ട്ലൈൻ കൂടി കൊടുക്കണം. ഈ ഒരു 4 സൈഡ് നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തിരിക്കണം. ഔട്ട്ലൈനിന് ജെറി ത്രെഡ് യൂസ് ചെയ്യാം, സിൽക്ക് ത്രെഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബീഡ്സിൽ വേണമെങ്കിലും നമുക്ക് ഔട്ട്ലൈൻ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും ഔട്ട്ലൈൻ കൊടുത്തു. ഞാനിവിടെ ജെറി ത്രെഡിൻ്റെ ഔട്ട്ലൈനാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഫില്ലിംഗ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ഫ്ലവർ വരച്ചിട്ടുണ്ട്. ആ ഫ്ലവറിന് 5 പെറ്റൽസും വരച്ചിട്ടുണ്ട്. ഈ 5 പെറ്റൽസിലും ഞാൻ 5 മെത്തേഡിലാണ് ഫില്ലിങ് കാണിക്കുന്നത്. മുകളിൽ നമ്മൾ ലോഡിങ് ചെയ്തിട്ടായിരുന്നു ഔട്ട്ലൈൻ കൊടുത്തത്. ഇവിടെ നമുക്ക് ഫസ്റ്റ് ഔട്ട്ലൈൻ കൊടുക്കാം. ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം പിന്നെ ഉള്ളിൽ ഫില്ല് ചെയ്യാം. അതുപോലെ സെൻറ്ററിൽ ഞാൻ ബീഡ്സിൻ്റെ ഫില്ലിംഗ് ഒന്നും കൊടുക്കുന്നില്ല. സെൻറ്ററിൽ സ്റ്റോൺ വെച്ച് ഫില്ല് ചെയ്യാം. പിന്നെ ഇവിടെ പെറ്റൽസ് ശ്രദ്ധിച്ചാൽ അറിയാം, എല്ലാ പെറ്റൽസും വലിയ സൈസിലാണ്. അതായത് മുകളിൽ ചെയ്ത പോലെ ചെറിയ ഗ്യാപ്പിലല്ല നമുക്ക് ലോഡിങ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ വലിയ ഗ്യാപ്പിൽ നമുക്ക് എങ്ങനെ ഫില്ല് ചെയ്യാമെന്നും കൂടി നോക്കാം. ഫ്ലവറിന് ഞാൻ ജെറി ത്രെഡിൻ്റെ ഔട്ട്ലൈനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഔട്ട്ലൈൻ എങ്ങനെ കൊടുക്കാം എന്നുള്ളത് നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താഞ്ഞത്. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലാസ് 11 റെഫർ ചെയ്താൽ മതി. ഈ ഒരു ഫസ്റ്റ് പെറ്റിൽ നമ്മൾ മുകളിൽ ചെയ്ത അതേപോലെ തന്നെ സ്ലാൻഡിങ് ആയിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ ഞാൻ സ്ലാൻഡിങ് വരയ്ക്കുകയാണ് കേട്ടോ. ഇനി അടുത്ത പെറ്റിൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈനായിട്ട് ഫില്ല് ചെയ്യാം. ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ട്സ് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഇനി മൂന്നാമത്തെ പെറ്റിൽ നമുക്ക് ഹോറിസോണ്ടലായിട്ട് ഫില്ല് ചെയ്യാം. നെക്സ്റ്റ് പെറ്റിൽ ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഇവിടെ കോൺട്രാസ്റ്റ് കളർ യൂസ് ചെയ്ത് ഫില്ല് ചെയ്യാം. അടുത്ത പെറ്റിൽ ഞാനൊരു ആർക്ക് ഷേപ്പിൽ ഡിവൈഡ് ചെയ്യുകയാണ്. മുകളിലും താഴെയും നമുക്ക് വേറെ വേറെ കളേഴ്സ് യൂസ് ചെയ്യാം. ഇവിടെ നമുക്ക് മുകളിൽ ചെയ്ത അതേപോലെ തന്നെയാണ് സ്ലാൻറ്റിംഗ് ആയിട്ട് ഫില്ല് ചെയ്യേണ്ടത്. ഇതുപോലെ ഗ്യാപ്പ് കൂടുതലാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതുപോലെയുള്ള ഷേപ്സ് ചെയ്യുമ്പോൾ നമ്മൾ കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ ഫിനിഷിങ് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്ന് വെച്ച് കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും തെറ്റൊന്നുമില്ല. കോർണറിൽ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് ഫിനിഷ് ചെയ്യാം. സെൻറ്ററിൽ നമുക്ക് മുകളിലായിട്ട് നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. അതിനുശേഷം ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇനി ബീഡ്സ് ഫില്ല് ചെയ്യുന്നതിന് യാതൊരു മാറ്റവും ഇല്ല. നമ്മൾ മുകളിൽ ചെയ്ത അതേപോലെ തന്നെ മുകളിൽ ചെയ്ത പോലെ നമ്മൾ ഈ ഒരു ഗ്യാപ്പിൻ്റെ ഡിസ്റ്റൻസിൽ ഇതുപോലെ ബീഡ്സ് കോർത്ത് ഡയറക്റ്റ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ബീഡ്സ് ലൂസായി പോകും. ഇപ്പോൾ അത് തൊട്ട് കഴിഞ്ഞാൽ കണ്ടോ ആ ഒരു ലൈൻ ഫുള്ള് ലൂസായിട്ടിരിക്കുന്നത്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ടൈറ്റായിട്ടിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു റിങ്ങിൽ നിന്ന് ക്ലോത്ത് ഊരുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റിച്ച് ഫുള്ള് ലൂസായി പോകും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഗ്യാപ്പ് കൂടുതലുണ്ടെങ്കിൽ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്യല്. പകരം ഇതേപോലെ 3-4 ബീഡ്സ് കോർത്ത് ഇടയ്ക്കൊരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും 3-4 ബീഡ്സ് കോർത്ത് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ ആ ഒരു ഗ്യാപ്പ് ഫുള്ള് ഫില്ല് ചെയ്തെടുക്കാം. ആ ഒരു ലൈൻ ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ ചെയിൻ സ്റ്റിച്ചും കൊടുത്ത് ലോക്ക് സ്റ്റിച്ചും കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു ലൈൻ കണ്ടോ നല്ല ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. കാരണം നമ്മൾ ഇടയ്ക്ക് 2 ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുള്ളതുകൊണ്ട്. ഗ്യാപ്പ് കൂടുതലുണ്ടെങ്കിൽ നമ്മൾ ഈ രീതിയിലാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇനി ത്രെഡ് റിവേഴ്സ് കൊണ്ടുപോകാം. ത്രെഡ് റിവേഴ്സ് കൊണ്ടുപോയി ഡയറക്റ്റ് വേണമെങ്കിൽ നമുക്ക് മുകളിൽ ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നമ്മുടെ സ്റ്റിച്ച് സ്ട്രോങ് ആയിട്ടിരിക്കാൻ റിവേഴ്സ് ത്രെഡ് എടുക്കുമ്പോൾ ഇടയ്ക്ക് 1-2 ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്.
ഇതേപോലെ ഇടയ്ക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് മുകളിൽ നമുക്ക് പഴയതുപോലെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു പെറ്റൽ ഫുള്ള് ഫില്ല് ചെയ്യാം. ഇവിടെ നമ്മൾ ഔട്ട്ലൈൻ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ആ ഒരു ഔട്ട്ലൈനിനുള്ളിൽ നിൽക്കുന്ന രീതിയിൽ ഫില്ല് ചെയ്യുക. ഈ ഒരു സൈഡ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എൻഡ് നോട്ടും കൊടുക്കാം. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു സൈഡും ഫില്ല് ചെയ്തെടുക്കാം. ഈ ഒരു മെത്തേഡ് നമ്മൾ മുകളിൽ ചെയ്ത് പ്രാക്ടീസ് ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ സ്പീഡിൽ കാണിക്കുന്നത്. ഇവിടെയും ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എൻഡ് നോട്ട് കൊടുക്കാം. ഇപ്പോൾ ഈ ഒരു ഫ്ലവർ ഫില്ല് ചെയ്തത് മനസ്സിലായല്ലോ. ഇനി നമുക്ക് വെർട്ടിക്കലായിട്ട് എങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് നോക്കാം. ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ ഫില്ല് ചെയ്യുമ്പോഴും സെയിം ഇതേ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത്. സ്ലാൻഡിങ് ലൈനിന് പകരം സ്ട്രെയിറ്റ് ലൈനാണെന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് സെൻറ്ററിൽ നിന്ന് തന്നെയാണ്. 3-4 ബീഡ്സ് വെച്ച് നമുക്കൊരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം വീണ്ടും അതേപോലെ തന്നെ നമുക്ക് 3-4 ബീഡ്സ് കൊടുത്ത് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. ഒരു ലൈൻ ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്, വീണ്ടും റിവേഴ്സ് വരിക, റിവേഴ്സ് വന്ന് ഒരു ചെയിൻ സ്റ്റിച്ച്, ലോക്ക് സ്റ്റിച്ച്, വീണ്ടും ബീഡ്സ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇവിടെയും വൺ സൈഡ് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എൻഡ് നോട്ട് കൊടുക്കണം കേട്ടോ. അതിന് ശേഷമാണ് അടുത്ത സൈഡ് ഫില്ല് ചെയ്യേണ്ടത്. ഇത് ഗ്രീൻ കളറിൽ മാറ്റ് ഫിനിഷിലുള്ള ഷുഗർ ബീഡാണ്. ഈ ബീഡിന് ഷൈനിങ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല കേട്ടോ. നമുക്ക് അധികം ഹെവി ആയിട്ടുള്ള വർക്ക് വേണ്ട, അധികം എടുത്ത് കാണണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ബീഡ്സ് യൂസ് ചെയ്യാറുള്ളൂ. ഇനി ഇതേപോലെ തന്നെ ഈ ഒരു സൈഡ് നമുക്ക് ഫില്ല് ചെയ്യാം. ബീഡ്സിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരാതെ ഈ ഒരു ഫ്ലവറിൻ്റെ ഔട്ട്ലൈനും കാണുന്ന രീതിയിൽ തന്നെ ഫില്ല് ചെയ്യണം. ഔട്ട്ലൈൻ വേണമെങ്കിൽ നമുക്ക് ഡബിൾ ലെയറിൽ വേണമെങ്കിലും കൊടുക്കാം. ലാസ്റ്റിൽ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം നമുക്ക്. ഇനി അടുത്തൊരു മെത്തേഡും നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്, ഹോറിസോണ്ടലായിട്ട് ഫില്ല് ചെയ്യുക. നമ്മളിപ്പം സ്ലാൻഡിങ് ആയിട്ടും വെർട്ടിക്കലായിട്ടും ഫില്ല് ചെയ്തില്ലേ, സെയിം അതേപോലെ തന്നെ ഹോറിസോണ്ടലായിട്ട് ഫില്ല് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഈ ഒരു ലൈൻ ഡ്രോ ചെയ്ത പോലെ തന്നെ സെൻറ്ററിൽ നിന്ന് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ 2 മെത്തേഡും ഞാൻ സെൻറ്ററിൽ നിന്നല്ലേ സ്റ്റാർട്ട് ചെയ്തേ. അതുകൊണ്ട് ഇവിടെ നമുക്ക് കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. കോർണറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുകളിൽ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം, അതല്ലെങ്കിൽ താഴെ നിന്ന് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. ഞാനിവിടെ താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഇവിടെ ഞാൻ ഗ്ലാസ് ബീഡ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ത്രെഡും ഞാൻ ആ ഒരു ബീഡ്സിൻ്റെ അതേ കളർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഹോറിസോണ്ടൽ ചെയ്യുമ്പോഴും ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് നമുക്ക് 2-3 ബീഡ്സ് കോർത്ത് ചെയിൻ സ്റ്റിച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. നമ്മൾ വെർട്ടിക്കലും സ്ലാൻറ്റിങ്ങും ചെയ്ത സെയിം അതേ മെത്തേഡിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ആ ഒരു ജെറി ത്രെഡിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തതിൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്യണം. മുകളിലത്തെ സ്റ്റിച്ചും അതുപോലെ ഈ സ്റ്റിച്ചും തമ്മിൽ മാറിപ്പോല്. മുകളിൽ നമ്മൾ ലോഡിംഗ് ആണ് ചെയ്തത്. ആ ഒരു ഗോൾഡനും ബ്ലൂ കളർ യൂസ് ചെയ്തില്ലേ, അത് ബീഡ്സ് ലോഡിംഗ് ആണ്. ലോഡിംഗ് സ്റ്റിച്ച് നമ്മൾ സ്ലീവ്സിൻ്റെയും ബ്ലൗസിൻ്റെയൊക്കെ നെക്കിലാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഫില്ലിംഗ് സ്റ്റിച്ചാണ്. ഫില്ലിംഗ് സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ ഓരോ ചെയിൻ സ്റ്റിച്ചൊക്കെ കൊടുക്കുന്നത്. ലോഡിങ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഗ്യാപ്പിൽ ചെയ്യത്തില്ല, ഒരു 1/2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിലൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് ഇതുപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ ഡയറക്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും. ഫില്ലിങ്ങും ലോഡിങ്ങും തമ്മിൽ മാറിപ്പോകുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ എടുത്തു പറഞ്ഞത്. ഈ 3 മെത്തേഡ് നന്നായിട്ട് മനസ്സിലായല്ലോ. ഇനി അടുത്ത മെത്തേഡിൽ ഞാൻ പറഞ്ഞിരുന്നു, നടുക്കുന്ന് ഞാൻ ഡിവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അവിടെ ഒരു ലൈനും ഡ്രോ ചെയ്തിട്ടുണ്ടല്ലോ. ഈ ഡിവൈഡ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. സ്ട്രെയിറ്റ് ലൈനായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ ഹോറിസോണ്ടലായിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ സ്ലാൻഡിങ് ആയിട്ട് വേണമെങ്കിലും ഡിവൈഡ് ചെയ്യാം. ഈ ഡിവൈഡ് ചെയ്തിരിക്കുന്നതിൻ്റെ വൺ സൈഡ് ഒരു കളറും വൺ സൈഡ് വേറെ കളറും, ഇങ്ങനെ കോൺട്രാസ്റ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഇവിടെ വൺ സൈഡിൽ ഞാൻ ഇതുപോലൊരു ഗ്രീൻ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ വെർട്ടിക്കലായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈഡ് ചെയ്തേക്കുന്നതിൻ്റെ വൺ സൈഡ് ഈ ഒരു ഗ്രീൻ കളർ കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. പിന്നെ ഈ ഒരു ജെറി ത്രെഡിൻ്റെ ഔട്ട്ലൈൻ കൊടുത്തിരിക്കുന്നതിൻ്റെ പുറത്തേക്ക് ബീഡ്സ് വരാത്ത രീതിയിലാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇനി ബാക്കി പകുതി ഫില്ല് ചെയ്യാനായിട്ട് ഞാനൊരു ഓറഞ്ച് കളർ ബീഡ്സാണ് എടുത്തിരിക്കുന്നത്, ഗ്ലാസ് ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡ്സ് കൂടാതെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് ഉണ്ടെങ്കിൽ ആ രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം കേട്ടോ. ഇങ്ങനെ വൺ സൈഡ് ഫില്ല് ചെയ്യുന്നതിന് പകരം നമുക്ക് ഓരോ ലൈൻ വെച്ച് വേണമെങ്കിലും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്ത പെറ്റലിൽ ഞാനൊരു ആർക്ക് വരച്ചിട്ടുണ്ട്. ആ ആർക്കിൽ ഒരു കളറും ആർക്കിന് താഴെ വേറൊരു കളറും, അങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നീഡിൽ കുത്തി ത്രെഡ് എടുത്തു, ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തു. ഇനി ആ ഒരു ആർക്ക് വരുന്നവരെ നമുക്ക് എത്ര ഫില്ല് ചെയ്യണം ബീഡ്സ് എന്ന് നോക്കണം. ഇവിടെ ഇപ്പം ഞാൻ ബീഡ്സ് മെറൂൺ കളറാണ് എടുക്കുന്നത്. നീഡിലിൽ ഞാനിപ്പോൾ 2 കളറും കോർത്തെടുത്തിട്ടുണ്ട്.
ആ റെഡ് കളർ ബീഡ് എത്ര ബീഡ്സ് കോർത്ത് കഴിഞ്ഞാൽ ആ ആർക്ക് ഫില്ലാകുമെന്ന് നോക്കണം. ഇപ്പോൾ 4 ബീഡ്സ് വെച്ചപ്പം ആ ഒരു ആർക്കിന് വെളിയിൽ വന്നില്ലേ, അപ്പോൾ ഒരു ബീഡ് നമുക്ക് കുറയ്ക്കാം. കുറച്ചിട്ട് 3 ബീഡ്സ് വെച്ച് നമുക്ക് ആ ഒരു ആർക്ക് ഫില്ല് ചെയ്യാം. 4 5 ബീഡ്സ് വെച്ച് ഇതുപോലെ ഒരു ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. വീണ്ടും ബീഡ്സ് കോർത്ത് കൊടുത്ത് നമുക്ക് ആ ഒരു ലൈൻ കംപ്ലീറ്റ് ചെയ്യാം. സെക്കൻഡ് ലൈൻ ചെയ്യുമ്പോഴും ആ ഒരു ആർക്ക് ഡ്രോ ചെയ്തിട്ടില്ലേ, അത്രയും ഭാഗത്ത് റെഡ് കളർ വരുന്ന രീതിയിൽ നമുക്ക് ബീഡ്സ് കോർത്തെടുക്കണം. ഇവിടെ ഇപ്പോൾ 3 ബീഡ്സ് വെച്ച് റെഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആർക്ക് കറക്റ്റായിട്ട് ഫില്ലാകും. അപ്പോൾ 3 ബീഡ്സ് വെച്ച് റെഡ് കളറും ബാക്കി വൈറ്റ് കളറും കൊണ്ട് ഫില്ല് ചെയ്യാം. ഇങ്ങനെ കോൺട്രാസ്റ്റ് കളർ യൂസ് ചെയ്ത് ചെയ്യുന്ന നല്ല ഭംഗിയാണ് കേട്ടോ. നമ്മൾ ബീഡ്സിൻ്റെ ഫ്ലവേഴ്സൊക്കെ നമ്മൾ കുർത്തിയിലൊക്കെ ചെയ്യത്തില്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഇതുപോലുള്ള സിമ്പിൾ പാറ്റേൺസ് യൂസ് ചെയ്യുന്നതിന് പകരം ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഡിസൈൻസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ലീഫിൻ്റെ ഫില്ലിങ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും സ്ലാൻഡിങ് മെത്തേഡ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ ലോഡിങ് ചെയ്തില്ലേ മുകളിൽ, സെയിം അതേ രീതിയിൽ തന്നെയാണ് ലീഫിൻ്റെ ഫില്ലിങ് കൂടുതലും ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ലീഫിൻ്റെ ഫില്ലിങ് ഞാൻ എടുത്ത് പിന്നെ കാണിക്കാഞ്ഞത്. നമ്മൾ ഫസ്റ്റ് മെത്തേഡ് അത് തന്നെയാണല്ലോ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോ നന്നായിട്ട് മനസ്സിലായല്ലോ. പ്രാക്ടീസ് ചെയ്യൂ. പ്രാക്ടീസ് കൊണ്ട് മാത്രമേ നമുക്ക് സ്റ്റിച്ച് സ്പീഡപ്പ് ആക്കാൻ പറ്റൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്